ശ്രീ റെജി ലൂക്കോസ് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗകര്യമില്ല പിണറായി വിജയൻ എന്നുള്ളതാണ്. സാമാന്യമായി നമ്മൾ അത് മനസ്സിലാക്കണം. സൗകര്യമില്ല, അത് തന്നെ. അൻവർ അല്ല ആരെന്ത് പറഞ്ഞാലും പാർട്ടി ഇനി എന്ത് നിലപാട് സ്വീകരിച്ചാലും സൗകര്യമില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ സൗകര്യമില്ല, അത്രയേ ഉള്ളൂ. അഭിലാഷ്, അതിലേക്ക് വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ ഇത് രാജ്യത്തുണ്ടായിട്ടുണ്ട്. കേവലം മാസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ വോട്ട് നേടി പാർലമെന്റ് എത്തിയ ഒരു മുതിർന്ന MP, കോൺഗ്രസിന്റെ MP, BJP-യിലേക്ക് ചേരണമെന്നും പറഞ്ഞുകൊണ്ട് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ പ്രചാരണമുള്ള റെപ്യൂട്ടഡായുള്ള മാധ്യമത്തിന്റെ ഡൽഹി എഡീഷനാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഡൽഹി എഡീഷൻ പുറത്തുവിടുന്ന പറഞ്ഞാൽ രാജ്യത്തിന്റെ ശ്രദ്ധ തന്നെ വരുവാണ്. അങ്ങനെയുള്ള ഒരു സബ്ജക്ട് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയുടെ MLA, അവര് BJP-യുടെ ലീഗൽ സെല്ലിലേക്ക് ഇന്ന് എടുത്തിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് അത് ചർച്ച ചെയ്യുന്നില്ല? അതിലൊന്നും ചർച്ച ചെയ്യണ്ട. ഈ വിഷയം നിങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നില്ലേ? പിണറായി വിജയനെ നിങ്ങൾ തേച്ചൊട്ടിക്കാൻ തുടങ്ങുന്ന ദിവസങ്ങളിൽ ഏത് MP ആണ് BJP-യിൽ ചേരാൻ വേണ്ടി ചർച്ച നടത്തിയത് എന്നുള്ളത് പുറത്തു വരട്ടെ, ചർച്ച ചെയ്യാം. പലരും BJP-യിൽ പോയിട്ടുണ്ട്. പത്മജ വേണുഗോപാൽ BJP-യിൽ പോയിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പലരും BJP ചേർന്നിട്ടുണ്ട്. നോക്കട്ടെ ആരാണ്, ഏത് MP ആണ് BJP-യിൽ ചേരാൻ ചർച്ച നടത്തിയതെന്ന് വെളിവായ നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോ ഇങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പ് മാറുന്നുണ്ട്. ഇന്ന് കേരളത്തിന്റെ ആദരണീയനായ സ്പീക്കർ പറയുന്നത് RSS ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ എന്നാണ്. സാധാരണ നിലയിൽ കണ്ണൂരൊക്കെയുള്ള CPM-കാർ RSS എന്ന് പറഞ്ഞാൽ RSS എന്ന് മാത്രം പറയില്ല, RSS ഗുണ്ടകൾ എന്നോ RSS ഫാസിസ്റ്റുകൾ എന്നോ ഒക്കെ പറയാറുള്ളൂ. ആ ലാംഗ്വേജിനും ആ ഭാവത്തിനും ശരീരഭാഷയ്ക്കും ഒക്കെ വല്ലാതെ മാറ്റം വരുന്നുണ്ട്. ഇതാണ് അഭിലാഷ നിങ്ങളുടെ സെലക്റ്റീവായിട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ നയങ്ങളും. എന്താണെന്നറിയോ, RSS-ന്റെ ഒരു നേതാവിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന MR അജിത് കുമാർ എന്ന് തൃശ്ശൂർ പത്രസമ്മേളനം നടത്തി ആളിന്റെ പേര് നിഷേധിച്ചാൽ ഞാൻ പിന്നീട് പറയാം, എവിടെ വെച്ച് കണ്ട തെളിവ് പറയാമെന്ന് പറഞ്ഞാൽ VD സതീശൻ പറഞ്ഞ അന്ന് നിങ്ങൾ ഇത് ചർച്ചയ്ക്കെടുത്തു. അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നത് പേര് പറയാതെ കണ്ട്, പേര് വെളിവ് വരാതെ കണ്ട് കോൺഗ്രസ് MP-യുടെ കാര്യം ചർച്ച ചെയ്യലെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമായി പറഞ്ഞിരിക്കുന്നു? ഒരു വ്യവസായം ഏത് MP ആണ് എന്നറിയാതെ എങ്ങനെയാണ് ഏത് MP ആണ് കോൺഗ്രസിൽ നിന്ന് BJP-യിൽ ചേരാൻ പോയതെന്ന് അറിയാതെ നമ്മൾ എങ്ങനെ അത് ചർച്ച ചെയ്യും? VD സതീശൻ വളരെ കൃത്യമായി MR അജിത് കുമാർ തൃശ്ശൂരിൽ പാറമേക്കാവിൽ വെച്ച് ഇങ്ങനെ ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തി, തീയതി അടക്കം പറഞ്ഞു. കൂടുതൽ നിഷേധം വന്നാൽ കൂടുതൽ വെളിപ്പെടുത്താമെന്നും പറഞ്ഞു. അതിൽ മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് ചർച്ച ചെയ്തു. നാളെ കോൺഗ്രസിന്റെ MP ആരാണ്, എവിടെ വെച്ച് ചർച്ച നടത്തി എന്ന് താങ്കൾക്ക് പറയുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യാം. താങ്കളോ ആരോ പറയട്ടെ, അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം. അല്ലല്ലല്ല, RSS-ന്റെ ഒരു നേതാവിനെ കണ്ടിരിക്കുന്നു. നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിന്റെ പേര് സഹിതം ഞാൻ പുറത്തുവിടാം. MR അജിത് കുമാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. PV അൻവർ ആ സ്ഥലവും അഭിലാഷ തെറ്റിദ്ധരിപ്പിക്കരുത്. അത് കഴിഞ്ഞ് 11:53 ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ തൃശ്ശൂർ പത്രസമ്മേളനം നടത്തുന്നു. 12 മണിക്ക് അൻവർ പത്രസമ്മേളനം നടത്തിയ മുഴുവൻ കാര്യങ്ങൾ വെളിയിൽ കൊണ്ടുവന്നു. അഭിലാഷ് തെറ്റിദ്ധരിപ്പിക്കരുത്. അപ്പോൾ ഈ കോൺഗ്രസ് MP പോകുന്ന ഇന്ത്യൻ എക്സ്പ്രസിനെ പോലൊരു മാധ്യമം പുറത്തുവിട്ട് ഈ നിമിഷം വരെ ഒരു കോൺഗ്രസിന്റെ നേതാവ് നിശ്ചയിച്ചിട്ടില്ല. അത് നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ആളുടെ പേരെന്തായാലും ആട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? എന്താണ് ഇത്? നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകണ്ട. പേരില്ലാത്ത MP നാഥനെ തേടുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ചർച്ച നടത്താൻ വേണമെങ്കിൽ ഇവിടുത്തെ ഈ അടിസ്ഥാനപരമായ വിഷയം നോക്കൂ. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സൗകര്യമില്ല എന്നുള്ളതൊരു കാതലായ വിഷയമല്ലേ? എന്തുകൊണ്ടാണ് ഈ ADGP-ക്ക് ഭരണകക്ഷി MLA പറയുന്നത് ഞാൻ ആപ്പിലായി പോകും, അല്ലെങ്കിൽ എന്റെ ജീവന് ഭീഷണിയുണ്ട് എന്നാണ്? ഒരു ഭരണകക്ഷി MLA-ക്ക് അദ്ദേഹം തോക്ക് ലൈസൻസിനൊക്കെ അപേക്ഷ കൊടുത്തിരുന്നു. അദ്ദേഹം പറയാണ് ഈ ADGP-യെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ കാര്യം തീരുമാനത്തിലാവുമെന്ന്. അല്ല അഭിലാഷ, ചാണ്ടി ഉമ്മന്റെ പേര് പുറത്തു വന്നില്ലേ? നിങ്ങൾ ബ്രേക്കിംഗ് കൊടുത്തില്ലേ? ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിലേക്ക് BJP-യുടെ ലീഗൽ സെല്ലിലൊന്നുമല്ല, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ BJP-യുടെ ലീഗൽ സെല്ലിൽ എന്തിനാണ് കോൺഗ്രസ് MLA ഇരിക്കുന്നത്? BJP-കാർക്ക് എന്തുമാത്രം അഡ്വക്കേറ്റ് ഉണ്ട്? അവരാരെങ്കിലും വെച്ചാ പോരെ? അതെന്തിനാണ് അഭിലാഷനായിരിക്കുന്നത്? അഭിലാഷ് തന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് കള്ളം പറഞ്ഞാൽ പിന്നെ ഞാൻ ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിൽ എടുത്തോ? എവിടെ എവിടെയാ നുണ പറഞ്ഞേ? BJP-യുടെ ലീഗൽ സെല്ലിൽ ചാണ്ടി ഉമ്മനെ എടുത്തു എന്ന് പറഞ്ഞത് ഞാൻ എവിടെയാ? ഒരു BJP-യുടെ ലീഗൽ സെല്ലിൽ ചാണ്ടി ഉമ്മനെ എടുത്തോ? അഭിലാഷ് അങ്ങനെ വെളുപ്പി അല്ല, പറയൂ ചാണ്ടി ഉമ്മനെ BJP-യുടെ ലീഗൽ സെല്ലിൽ എടുത്തോ? നാഷണൽ ഹൈവേ NHAIയുടെ അഭിഭാഷകരുടെ പാനലിൽ ചാണ്ടി ഉമ്മൻ 2 കൊല്ലം മുമ്പ് എന്തോ അപേക്ഷ കൊടുത്തത് പേര് വന്നു.
അല്ലാതെ BJP-യുടെ IT സെല്ലിലല്ലോ അല്ലെങ്കിൽ ലീഗൽ സെല്ലിലല്ലോ. അതെങ്ങനെ അങ്ങനെ ലീഗൽ സെല്ലിൽ അത് ആരുടെ- BJP-ക്കാരായ അഡ്വക്കേറ്റുമാർക്ക് അല്ല, പഞ്ഞുണ്ടോ? ഞാൻ അവരായി ശ്രീപത്മനാഭനൊക്കെ അദ്ദേഹമൊക്കെ വക്കീലാണ്. അതുപോലെ എത്ര അഡ്വക്കേറ്റ്സ് ഉണ്ടാവും? അഭിലാഷേ, അതാണ് പറഞ്ഞത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ 2 വർഷം മുമ്പ് BJP-യിലായിരുന്നോ പിന്നെ ചാണ്ടി ഉമ്മൻ? നിങ്ങൾ ഈ പറയുവാണെന്നുണ്ടെങ്കിൽ ആണോ? അല്ലല്ലോ. ചാണ്ടി ഉമ്മൻ 2 വർഷം BJP-യിലായിരുന്നോ? 2 വർഷം മുമ്പ് അദ്ദേഹത്തിന് പേര് ചാണ്ടി ഉമ്മൻ അതിന് എവിടെയാണ് അപ്പോൾ BJP നിങ്ങൾ അതൊന്നും ചേർന്നതെന്ന്? ചർച്ച ചെയ്തില്ല. അദ്ദേഹം BJP-യുടെ ലീഗൽ സെല്ലിൽ ചേർന്നിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിഭാഷകരുടെ പാനലിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മന്റെ പേര് വന്നു എന്നാണ് ഇന്ന് വന്ന വാർത്ത. ആര് പറഞ്ഞു? അല്ല, അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് തന്നെ എവിടെ ഇരിക്കുന്നത്. എന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഒരു മാധ്യമം ബ്രേക്ക് കൊടുത്തതിന്റെ. ഞാൻ അന്നേരം ഒരു ചർച്ച ഇരിക്കുമ്പോഴാ നിങ്ങൾ BJP ചേർന്ന് ആര് പറഞ്ഞു? നാളെ BJP-യിലേക്കുള്ള വഴി വെട്ടുവാ. BJP-യുടെ ലീഗൽ സെൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അങ്ങനെ ഒരു സംശയത്തിന്റെ അല്ല, അത് തന്നെ തീർച്ചയായിട്ടും ഞാനത് തന്നെ പറയണം. നിങ്ങൾ അതൊക്കെയല്ലേ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെ രാജ്യത്ത് ഇന്ത്യൻ എക്സ്പ്രസ് തള്ളി പറയുന്നുണ്ടോ? പറഞ്ഞോ, അങ്ങനെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിനെ ഒന്നും തള്ളി പറയുന്നില്ല. അതിന്റെ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇട്ടിരിക്കുന്ന ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിലല്ല, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ ഒന്നും തള്ളി പറയുന്നില്ല. ആ വാർത്ത വരട്ടെ. അന്നേരം അത് ചർച്ച ചെയ്യാം. ആരാണ് പോകുന്നത് നോക്കട്ടെ. അപ്പോ നമുക്കത് ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ വരാം. ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞൊരു MP ഇവിടെ ഇല്ലേ? ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഇന്റർവ്യൂ മുഴുവൻ കണ്ടതാണോ? അപ്പൊ നിങ്ങൾക്കൊരു ബാധ്യത. അല്ലല്ല, ആ ഇന്റർവ്യൂ കണ്ടതാണോ? ആ ഇന്റർവ്യൂ താങ്കൾ മുഴുവൻ കണ്ടതാണോ? ഞാനതെല്ലാം കണ്ടതാ. എനിക്ക് പോകണമെങ്കിൽ പോകും. അതിന് വേറെ ആരുടെയും സമ്മതം വേണ്ട. അല്ല, പോകണമെങ്കിൽ നിങ്ങളെ പേടിയില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ വെളുപ്പിക്കലൊന്നുമല്ല. എല്ലാ കാര്യങ്ങളും ഫാക്ച്വലായി സംസാരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഫാക്ച്വലായി സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ വരാം. സംസാരിച്ചേ ഞാൻ പറഞ്ഞു എന്താണ് അല്ലെങ്കിൽ ഞാൻ പോകത്തില്ലെന്ന് പറയണ്ടേ? അഭിലാഷേ, നിങ്ങൾ എന്തിനാണ് അങ്ങനെയല്ല? താങ്കൾ BJP-യിൽ പോകും എന്ന് പ്രചരണമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് പോകണമെങ്കിൽ പോയാ പോരെ എന്ന അർത്ഥത്തിലാണ് കെ സുധാകരൻ താങ്കൾ പറയുന്ന പ്രസ്തുത ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ സ്പഷ്ടമായി അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. ഞാൻ തന്നെ 2021 എടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായി പറയുന്നത് വേണമെങ്കിൽ പോകാമെന്ന മട്ടിൽ. അതൊക്കെ ചരിത്രമാണ്. കണ്ണൂരിലെ അല്ലല്ലേ ADGP ദത്താത്രേയ ഹൊസബലയെ കണ്ടത് ചോദിക്കുമ്പോൾ ശരി, കെ സുധാകരൻ ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞതുകൊണ്ട് ദത്താത്രേയ ഹൊസബലെ ആയാലും സർസംഘചാലകനെ ആയാലും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായോ അല്ലാതെയോ കാണാം ADGP-ക്ക് എന്നാണോ? ശരി, അവരും ഞങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ്. എനിക്ക് മനസ്സിലായില്ല അതിന്റെ പോയിന്റ് എന്താണ്. കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നാളെ ഒരു നാളെ ഒരു കോൺഗ്രസ് MP BJP-യിൽ ചേരും. പിന്നെ ഞങ്ങളായിട്ട് എന്തിനാണ് RSS-നോട് ഐക്യം കാണിക്കേണ്ടതെന്നാണോ? എനിക്ക് മനസ്സിലായില്ല. എന്താ കെ സുധാകരൻ RSS-ന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന കാര്യം പറഞ്ഞു. അങ്ങനെ പലതും പറയുന്നതുകൊണ്ട് ഇപ്പോ ADGP RSS-ന്റെ അടുത്ത് പോയാൽ എന്താണെന്നാണോ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത്? ലോജിക്ക് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. BJP-യിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് നിൽക്കുന്നവരെ നിങ്ങൾ കണ്ടവാനും സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ. ആരെയും സുഖിപ്പിക്കില്ല, ഒരാളെയും സുഖിപ്പിക്കേണ്ട കാര്യവുമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ശരി, കേട്ടതല്ലേ അഭിലാഷേ? ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തതയുണ്ട്. ഈ കേൾക്കുന്ന ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? ആരാണ് BJP-യിലേക്ക് പോകാൻ നിൽക്കുന്ന MP എന്ന് പേര് വരട്ടെ. അദ്ദേഹത്തെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യാം നമുക്ക്. അതല്ലാതെ ഇപ്പോ അന്തരീക്ഷത്തിൽ നിന്ന് വിഭൂതി വരുത്താൻ ഞാൻ സത്യസായി ബാബയൊന്നും അല്ലല്ലോ.